കേരളവർമ്മ കോളേജിന്റെ ബോയ്സ് ഹോസ്റ്റൽ തകർച്ചാ ഭീഷണിയിൽ. 700ഓളം കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലാണ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. ഹോസ്റ്റലിനുള്ളിൽ നിന്ന് വിഷപ്പാമ്പുകളെ പിടികൂടുന്നത് പതിവാണെന്ന് പറയുന്നു. പരാതി നൽകിയിട്ടും ഹോസ്റ്റലിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പം ചേരുന്നു. സാനു, ഇതിപ്പോൾ ഒരു തുടർക്കഥയാണല്ലോ. സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്റ്റലുകൾ, സർക്കാർ ഓഫീസുകളൊക്കെയും ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. ഇതിപ്പോൾ കുറച്ചുകൂടി ഒരു പടി കൂടി കടന്നാൽ വിഷപ്പാമ്പുകൾ പോലും വിഹരിക്കുന്ന ഒരിടമായി അത് മാറുകയാണ്. എന്താണ് കുട്ടികൾ പറയുന്നത്? വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ് ഈ കേരളവർമ്മ കോളേജിൽ, അതായത് തൃശ്ശൂരിലെ കേരളവർമ്മ കോളേജിലെ ബോയ്സ് ഹോസ്റ്റലിന്റെ അവസ്ഥ. അതായത് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിൽ എന്നതിനപ്പുറം ആ ഹോസ്റ്റലിൽ കുട്ടികൾ താമസിക്കുന്നിടത്ത് നിന്ന് അണലീനെയാണ് പതിവായിട്ട് അണലീനെ പിടികൂടുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അടക്കം കാണാൻ സാധിക്കും. ഈ ഹോസ്റ്റലിന്റെ മുറിക്കുള്ളിൽ പതുങ്ങിയിരിക്കുന്ന അണലിയുടെ ദൃശ്യങ്ങൾ അടക്കമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ശോചനീയമായിട്ടുള്ള അവസ്ഥ. അത് ഏത് നിമിഷവും വേണമെങ്കിലും തകർന്നു വീഴാവുന്ന നിലയിൽ ഒരു ഭാഗം നിൽക്കുമ്പോൾ കുട്ടികളുടെ ജീവന് ഭീഷണിയായി ഇഴജന്തുക്കൾ കൂടി ഈ പ്രദേശത്തേക്ക് വരുന്നു. ഈ ഹോസ്റ്റലിന്റെ പിൻഭാഗത്തടക്കം കാട് മൂടിയ നിലയിലാണ്. അവിടെ നിന്നാണ് ഈ ഇഴജന്തുക്കൾ അടക്കം ഈ ഹോസ്റ്റലിനുള്ളിലേക്ക്, ഈ മുറികൾക്കുള്ളിലേക്ക് കയറി വരുന്നതെന്നാണ് പിള്ളേർ പറയുന്നത്. ഒപ്പം തന്നെ 700ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥലം, കഴിയുന്ന ഒരു പ്രദേശം, അവരുടെ ഹോസ്റ്റലാണ് ഈ രീതിയിൽ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിൽ കഴിയുന്നത് എന്നുള്ളത് തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. അതായത് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന നിലയിലാണ് ഈ കെട്ടിടം മുഴുവനുള്ളത്. ഒപ്പം തന്നെ കുട്ടികൾക്ക് അവിടെ കിടക്കാനോ ഒപ്പം തന്നെ പഠിക്കാനോ സാധിക്കാത്ത നിലയിലേക്ക്, അവർക്കൊന്ന് സ്വസ്ഥമായി ഇരിക്കാൻ പോലും സാധിക്കാത്ത നിലയിലേക്ക് ഈ ഹോസ്റ്റൽ കെട്ടിടം മാറുന്നു. നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഒരു തവണ പോലും അത് കേൾക്കാനോ അനുഭാവപൂർവ്വം പരിഗണിക്കാനോ പോലും ഈ സർക്കാർ സംവിധാനങ്ങൾ ആരും തയ്യാറായിട്ടില്ല. കോളേജിന് നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ട്. അവരത് കേൾക്കുക മാത്രമേ ഉള്ളൂ, മറിച്ച് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് കുട്ടികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം പോലും ഒരു കുട്ടിയുടെ കിടക്കയുടെ സമീപത്ത് നിന്നാണ് അണലിയിലെ പിടികൂടുന്ന ഒരു സാഹചര്യം. എന്തായാലും ഗുരുതരമായിട്ടൊരു അവസ്ഥയാണ് കേരളവർമ്മ കോളേജിലുള്ളത്. അടിയന്തരമായിട്ട് അധികൃതർ ഇടപെടണമെന്നാണ് വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യം. കൃഷ്ണരാജ്. ശരി.